നമസ്കാരം. ബ്രിട്ടന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ചൂടേറിയ ദിനങ്ങൾ കടന്നു പോകുമ്പോൾ ഏകദേശം 500 സ്കൂളുകളോളം പതിവ് സമയത്തിന് മുമ്പേ അടച്ചു. പല സൈനിക പരിപാടികളും റദ്ദു ചെയ്യപ്പെട്ടു. യൂറോപ്യൻ വൻകരയെ ആകെ മൂടുന്ന ഹീറ്റ് ഡോം പ്രതിഭാസം ബ്രിട്ടനിലേക്ക് കൂടി വ്യാപിച്ചതോടെ ജനങ്ങളോട് ചൂടുള്ള സമയത്തെ യാത്രകൾ ഒഴിവാക്കുന്നതിനുള്ള നിർദ്ദേശവും വന്നിട്ടുണ്ട്. ഇന്നും നാളെയും ചൂടുമായി ബന്ധപ്പെട്ട ചുവപ്പ് മുന്നറിയിപ്പ് പ്രാബല്യത്തിൽ ഉണ്ടായിരിക്കും. 2022 ജൂലൈയിൽ രേഖപ്പെടുത്തിയ ബ്രിട്ടനിലെ എക്കാലത്തെയും കൂടിയ താപനിലയായ 40.3 ഡിഗ്രി സെൽഷ്യസിന് സമീപം ചൂട് എത്തിയതോടെയാണിത്. ചില സ്കൂളുകൾ നേരത്തെ നിശ്ചയിച്ചിരുന്ന യാത്രാ പരിപാടികൾ റദ്ദു ചെയ്തിരിക്കുകയാണ്. വിദ്യാർത്ഥികൾക്ക് വീട്ടിലിരുന്ന് പഠിക്കുന്നതിനുള്ള ക്രമീകരണവും തയ്യാറാക്കി കഴിഞ്ഞു. വ്യാപകമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഉഷ്ണതരംഗം വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കും എന്നാണ് മെറ്റ് ഓഫീസ് നൽകുന്ന മുന്നറിയിപ്പ്. അതിനിടയിലാണ് ലണ്ടനിലും വിൻഡ്സറിലും നടത്താനിരുന്ന സൈനിക പരിശീലന പരിപാടികൾ സൈന്യം ഒഴിവാക്കിയിരിക്കുന്നത്. കനത്ത ചൂട് കാരണം ഇന്ന് വലിയ രീതിയിൽ തന്നെ ഗതാഗത തടസ്സം ഉണ്ടാകും എന്നാണ് കരുതപ്പെടുന്നത്. കെന്റിലും തെക്ക് കിഴക്കൻ ലണ്ടനിലും ട്രെയിൻ സർവീസുകൾ മുടങ്ങാൻ ഇടയുണ്ടെന്ന് സൗത്ത് ഈസ്റ്റേൺ റെയിൽവേ അറിയിക്കുകയും ചെയ്തു. മാത്രമല്ല, അത്യാവശ്യമല്ലാത്ത യാത്രകൾ മാറ്റിവെക്കണമെന്നും റെയിൽ ഓപ്പറേറ്റർ പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ ചൊവ്വാഴ്ച ബ്രിട്ടനിൽ രേഖപ്പെടുത്തിയ ഏറ്റവും കൂടിയ താപനില സറയിലെ വെസ്ലിയിൽ രേഖപ്പെടുത്തിയ 34.6 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. അതേസമയം സ്കോട്ട്ലാൻഡിലും നോർത്തേൺ അയർലൻഡിലും ഈ വർഷം കണ്ടതിൽ വെച്ച് ഏറ്റവും ചൂടേറിയ ദിവസങ്ങളായിരുന്നു ഇന്നലെ അനുഭവപ്പെട്ടത്. സ്കോട്ട്ലാൻഡിൽ 5 കാസിലിൽ 28.8 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയപ്പോൾ കെയ്ൻസ് ബ്രിഡ്ജിൽ രേഖപ്പെടുത്തിയത് 26.4 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. കനത്ത ചൂടിന് പുറമെ തെക്ക് കിഴക്കൻ ഇംഗ്ലണ്ടിൽ രാത്രിയിൽ അതിശക്തമായ കാറ്റും അനുഭവപ്പെട്ടതോടെ ചുരുങ്ങിയത് ഒരു വിമാനത്താവളത്തിന്റെ പ്രവർത്തനമെങ്കിലും നിർത്തിവെക്കേണ്ടതായി വന്നു. ട്രെയിൻ ഗതാഗതവും വലിയ രീതിയിൽ തടസ്സപ്പെട്ടു. ലണ്ടനിൽ മാത്രം 2 മണിക്കൂർ സമയത്തിനുള്ളിൽ ചുരുങ്ങിയത് 3000ഓളം തവണ ഇടിമിന്നലുണ്ടായി. ഇടിമിന്നലിൽ ബ്രിട്ടീഷ് തലസ്ഥാനത്ത് 2 വീടുകൾക്ക് തീപിടിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. 400-ലധികം ഫോൺ വിളികളായിരുന്നു ഒരൊറ്റ രാത്രിയിൽ എത്തിയതെന്ന് ലണ്ടൻ ഫയർ ബ്രിഗേഡ് അറിയിക്കുകയും ചെയ്തു. ഇന്നലെ ലണ്ടൻ ട്യൂബ് ട്രെയിൻ ഗതാഗതത്തിനും ഏറെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടതായി വന്നു. ഹീത്രൂ ടെർമിനൽ 4നും ടെർമിനൽ 2നും ടെർമിനൽ 3നും ഇടയിലെ എലിസബത്ത് ലൈനിലെ എല്ലാ ട്രെയിൻ സർവീസുകളും നിർത്തിവെച്ചു. ഏറെ വൈകിയെങ്കിലും പിന്നീട് സർവീസ് പുനരാരംഭിച്ചതായി TfSL അറിയിക്കുകയും ചെയ്തു. രാത്രികാല താപനിലയിൽ റെക്കോർഡിട്ടുകൊണ്ട് സൗത്ത് ഗ്ലാമോർഗനിൽ തിങ്കളാഴ്ച രാത്രി താപനില 20.3 ഡിഗ്രി സെൽഷ്യസ് കുറയാതെ നിന്നു. സോമർസെറ്റിൽ 100ഓളം സ്കൂളുകൾ അടുത്ത 3 ദിവസം പൂർണ്ണമായി അടച്ചിടും. ബക്കിംഗ്ഹാമിൽ 3 സ്കൂളുകളും ഗ്ലസ്റ്റർഷയറിൽ 80 സ്കൂളുകളും ഈ ദിവസങ്ങളിൽ പ്രവർത്തിക്കില്ല എന്നും അറിയിച്ചിട്ടുണ്ട്. അതിനിടയിൽ താപനില കുതിച്ചുയർന്നത് ബ്രിട്ടനിലെ പവർ ഗ്രിഡുകളുടെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിച്ചേക്കാം എന്ന മുന്നറിയിപ്പും വന്നിട്ടുണ്ട്.